എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ. ഞാൻ പറഞ്ഞില്ല, ഒരു ലോങ് ടൈമിന് ശേഷമാണ്, 5 വർഷത്തിന് ശേഷമാണ് ജെയ്സി ഇപ്പോൾ ഇവിടെ ഖത്തറിൽ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം വന്നപ്പോൾ എനിക്കറിയാം ഖത്തറിലെ എല്ലാ ആളുകളും കലാസ്നേഹികളാണ്. ഒരുപാട് എന്താ പറയുക, കലാകാരന്മാരെയും പാട്ടുകളെയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ക്രൗഡ് പറയാതിരിക്കാൻ വയ്യ അല്ലേ, എല്ലാ പാട്ടുകളും ഒരുപോലെ സ്വീകരിച്ച ആളുകളാണ്. വെറും മാപ്പിളക്ക പാട്ടുകൾ മാത്രമല്ല, ഫിലിം സോങ്സ്, ഹിന്ദി, തമിഴ് എല്ലാ പാട്ടുകളും ഒരുപോലെ സ്വീകരിച്ച് അവർ ഞങ്ങളെ കൂടെ ഏറ്റുപാടി. അതാണ് ഒരു നമ്മുടെ എന്താ പറയുക, നമ്മുടെ കൂടെ നിൽക്കുന്ന അവർ പ്രേക്ഷകരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നതാണ് ഞങ്ങൾക്ക് എപ്പോഴും സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഒരു ശക്തി എന്ന് പറയുന്നത്. അതാണ് ഒരുപാട് ഇഷ്ടമായി. താങ്ക് യു സോ മച്ച് ഇങ്ങനൊരു പ്രോഗ്രാമിന് വന്നതിനും. തീർച്ചയായും അടിച്ചു പൊളിച്ച് നമ്മുടെ ഷോ വൻ വിജയമാക്കി. ഇതിൽ അവർക്ക് പ്രത്യേകം നന്ദി പറയണം അല്ലേ. 360 ബീറ്റ്സ്, അതെ, താളം എന്നൊരു പ്രോഗ്രാം വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സോങ് അറേഞ്ച് ചെയ്ത് അതെ സംരംഭമാണ്. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല നല്ല പ്രോഗ്രാംസ് അവർക്ക് ചെയ്യാൻ സാധിക്കും. എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ ഇവർ ചെയ്ത ആ ടൈറ്റിൽ സംഭവങ്ങളൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു, ഗംഭീരമായിരുന്നു. അതെ പറയണ്ട, ഓൾറെഡി ദോഹയിൽ ഒരു ക്രൗഡ് ഫാൻസ് ഉണ്ട് ഇവിടെ, സെറ്റാണ്. അതെ, പ്രോഗ്രാമിന് വന്നാലും അവര് ക്രൗഡ് ഇവിടെ കാണാൻ പറ്റും. ഇപ്രാവശ്യം ഞങ്ങൾ നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നത്. ഞാൻ സിന്ധുഷൊക്കെ ഒരുപാട് നല്ല നല്ല പുതിയ കളക്ഷൻസ് പാടണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടില്ലേ. എന്നാലും പാട്ട് ഇനിയും പാടാൻ ബാക്കിയാണ്, ഒരുപാട് പാട്ടുകൾ ബാക്കി സമയത്തിൻ്റെ. ഞങ്ങൾ രണ്ടുപേരും കൂടുന്ന ഓരോ സ്റ്റേജിലും നമുക്ക് വെറൈറ്റി ഉള്ള ഒരുപാട് പാട്ടുകൾ ഞങ്ങൾ സെലക്ട് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നത് അത് സമയത്തിൻ്റെ പരിമിതി മൂലം കുറേ പാട്ടുകൾ ഞങ്ങൾക്ക് പാടാൻ പറ്റിയില്ല. എനിവേ നെക്സ്റ്റ് ടൈം നമുക്ക് ഇത് അടുത്ത ബാക്കി വെച്ച പാട്ടുകളുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. താങ്ക് യു.